ഞാൻ എന്റെ സാൻഡ്രോയുടെ സർവീസ് ചെയ്യാൻ തന്നിരുന്നു 4-5 ദിവസം മുമ്പ്. അത് ശരിയാക്കിയില്ലേ? അല്ല ശരിയാക്കി. നീ ആ പണിയെടുക്കടാ കൊച്ചുവാ. മറക്കല്ലേ, വേറെ വല്ല വണ്ടി എടുത്ത് കൊടുക്കാൻ മതിയായിരുന്നു. തേണ്ട മോളുടെ കാറ് കണ്ടീഷൻ ആണല്ലോ. ആണോന്നോ? മോളുടെ ഡ്രൈവർ വന്ന് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്ത് കണ്ടീഷനാക്കി വെച്ചിരിക്കുക. ഈ സ്കാർ ഉണ്ടല്ലോ അത് മാറ്റണം. മോക്കെന്തോ അത് ചേരുന്നില്ല. ടെസ്റ്റ് ഡ്രൈവിന് പോവാ. 5-6 പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തല്ലേ ചന്ദ്രേട്ടാ? അതെ, എനിക്ക് ഇനിയും ടെസ്റ്റ് ചെയ്യണം. പല കാര്യങ്ങളും അറിയാനുണ്ട്. ഓക്കേ. നീ ഇതെങ്ങോട്ടാ? അല്ല പോണ വഴിക്ക് തിയേറ്റർ ഉണ്ട്, അവിടെ പ്രിയ വരാന്ന് പറഞ്ഞിട്ടുണ്ട് മാറ്റിക്ക് പോകാനായിട്ട്. നിനക്ക് മാറ്റി വേണോ ജോലി വേണോ? ശമ്പളം മതി. എങ്കിൽ പോയി ജോലി ചെയ്യടാ. മോള് കേറ് മോളെ. ഈ പോക്കത്ര ശരിയല്ലല്ല, പ്രിയായിരിക്കും. ഹലോ ചന്ദ്രേട്ടനാ? ചന്ദ്രേട്ടൻ ടൂർ പോയല്ല, ഒരാഴ്ചത്തേക്ക് കട മുടക്ക, വണ്ടികളൊന്നും കൊണ്ടുവന്നാ എടുക്കണ്ടെന്നും പറഞ്ഞു. കുട്ടനോടാ? കുട്ടനായിട്ട് വെച്ചാ കുട്ടൻ തിരിച്ചു വെക്കും, അതാണ് കുട്ടൻ. ഇതെന്താ ഇവിടെ? ഇതാണ് ഡ്രീം വേൾഡ്. എന്റെ മോൻ രാജു ഇവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് അവനൊരു ആഗ്രഹം, ഒരു കാർ വാങ്ങിക്കണം. ഏത് കാർ ഞാൻ കൊണ്ട് കാണിച്ചാലും അവൻ ഇഷ്ടപ്പെടിയല്ല, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. അച്ഛനായ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഇനി അവൻ ഇഷ്ടപ്പെടുമെന്ന് അറിയണല്ലോ. മോള് വാ, ഇറങ്ങു മോളെ. മോനെ രാജു. ഹായ് രാജു. അല്ല, നിങ്ങൾ പരിചയക്കാരാണല്ലേ? പിന്നെ കോളേജിൽ രാജുവിന്റെ സീനിയർ ആയിരുന്നു. അയ്യോ, എന്നിട്ട് ഞാൻ കിടന്ന് ബുദ്ധിമുട്ട്. മോനെ ഇങ്ങി മാറിയെന്നേ. ഇങ്ങനെ എന്താ? ഇവളെ കണ്ടിട്ട് നല്ലൊരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. നമുക്കൊരു കൈ നോക്കിയാലോ? എന്താ അച്ഛാ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. എടാ എങ്കിലത് എളുപ്പമായില്ലേ മോളെ? മുൻ പരിചയമുള്ള സ്ഥിതിക്ക് മുഖവരെ ഇല്ലാതെ ഒരു കാര്യം പറയാൻ പോവാ. മോനെ ഇങ്ങനെ വന്നടാ. മോള് പറ, ഇവൻ എന്താ ഒരു കുഴപ്പം? ഒരു മീശയുടെ കുറവുണ്ട്. അയ്യോ, അത് ഷേവ് ചെയ്തോണ്ടല്ലേ, അത് ഇനിയും വളർന്നു വന്നോണ്ടിരിക്കും. ഇനി ഞാനൊരു സത്യം പറയട്ടെ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടുപേരും ഓക്കെയാ, മേഡ് ഫോർ ഈച്ച് അതർ. മോനെ പ്രേമിപ്പിക്കാൻ നടക്കുന്ന ഒരു അച്ഛനെ ഇതാദ്യമായിട്ട് കാണുക. ഞാനൊരു സാധാരണ അച്ഛനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കെട്ടാൻ പോകുന്നവർ തമ്മിൽ നല്ല പരിചയമുണ്ടായിരിക്കണം, പരസ്പരം അടുത്തറിഞ്ഞിരിക്കണം, കഴിയുമെങ്കിൽ നന്നായി പ്രേമിച്ചിരിക്കണം. എങ്കിലേ ജീവിതത്തിൽ ഒരു ത്രില്ലുണ്ടാവുള്ളൂ കൊച്ചേ. അതൊക്കെ ശരിയാ, ബട്ട് ഐ ആം സോറി, മറ്റൊന്നും കൊണ്ടല്ല. പഠിക്കുന്ന സമയത്ത് ഞാനടക്കം പല പെൺകുട്ടികളും ഇവനെ വളയ്ക്കാൻ ഒരുപാട് ശ്രമിച്ചതാ. സോ രാജുവിന്റെ അച്ഛൻ ആദ്യം രാജുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇപ്പോഴും ഞാൻ റെഡിയാ. മോനെ, നീ എന്റെ മകൻ തന്നെ ആണോടാ? മോളെ പോലെ ഒരു കാര്യം പറയാനുണ്ട്, നിക്കേ പോലെ. ഇറങ്ങി വാടോ. തുടങ്ങി ചന്ദ്ര വന്നല്ലോ. എടോ 6:05 ആയപ്പോ ഒറിജിനൽ ചന്ദ്രൻ വന്നു. തനിക്ക് വരാനുണ്ടോ എത്ര താമസം? നീ എന്തോന്നാ വിളിച്ചത്? ചവിട്ടിലെന്താ പഞ്ഞായിരുന്ന തൊരപ്പാന്ന്. എടോ ഇന്ന് താൻ എന്റെ മാറ്റിന് മുടക്കി, ഒരേ ഒരു പ്രേമം തകർത്തു. എന്റെ ജീവന്റെ ജീവനായ പ്രിയ എന്നോട് പിണങ്ങി. നാളെ തന്റെ ഈ പന്ന പരട്ട വട്ടാമ്പില്ലേ അത് തുറന്ന് തൂത്തുവാരാൻ തന്റെ മകനില്ലേ ഷാരൂഖ് ഖാൻ, അവനോട് പറഞ്ഞാട്ടാ. പറഞ്ഞ് എന്റെ മോനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. മോനെ കുറിച്ച് പറഞ്ഞാൽ താൻ എന്ത് ചെയ്യടോ? എന്റെ തന്ത കുളിക്കും, തന്ത ചത്തുപോയടോ. എടോ ലവിനെ കുറിച്ച് തനിക്ക് എന്തറിയാടോ? ചുക്കേത് ചുണ്ണാമ്പേതെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ചെക്കനെ കൊണ്ടാണ് പ്രേമിപ്പിക്കാൻ നടക്കണത്. പുളുത്തും താൻ പുളുത്തും, അവനും പുളുത്തും.